സംസ്ഥാനത്ത് നിപ്പ ആശങ്ക തുടരുകയാണ്. 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നിപ്പ ബാധിച്ച് 57കാരൻ മരിച്ച മണ്ണാർക്കാട് പ്രദേശത്ത് ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച വയോധികൻ സഞ്ചരിച്ചതിലേറെയും KSRTC ബസ്സിൽ എന്ന വിവരം കൂടി വരുന്നു. അതാ ആഴ്ചയിൽ 3 തവണ അട്ടപ്പാടിയിൽ പോയതും പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാണ്. സമ്പർക്ക പട്ടികയിൽ ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ 46 പേരുണ്ട്. പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, ആശങ്കയുണ്ട് ചെറുതായിട്ട്. ഇക്ബാൽ തന്നെ മാസ്ക് ഇട്ട് നിൽക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. മണ്ണാർക്കാട് പല പ്രദേശങ്ങളും ക്വാറന്റൈനിലാണ്. ഈ മനുഷ്യൻ സഞ്ചരിച്ചത് KSRTC ബസ്സിലാണ് എന്നുള്ളത് കുറച്ചുകൂടി ആശങ്കയാവുന്നു. ആരൊക്കെ ആ ബസ്സിൽ സഞ്ചരിച്ചു ഇതടക്കം കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയും തയ്യാറായോ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. നേരത്തെ പാലക്കാട് നാട്ടുകൽ കിഴക്കുമുറം സ്വദേശിനിക്കും ഇതേപോലെ 38 വയസ്സുകാരിയായ യുവതിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇവരിൽ നിന്ന് ആർക്കും തന്നെ ഈ രോഗം വ്യാപിച്ചിരുന്നില്ല. കാരണം ഇവർ മുഴുവൻ ഉപയോഗിച്ചിരുന്നത് ഇവരുടെ സ്വകാര്യ വാഹനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 58കാരന് നിപ്പ സ്ഥിരീകരിച്ച് മരിച്ചിരുന്നു. ഇദ്ദേഹം സഞ്ചരിച്ചതിലേറെയും KSRTC ബസ്സിലാണ് എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ. കാരണം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നതിൽ തന്നെ വലിയ തടസ്സം ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ള മണ്ണാർക്കാട്ടെ 3 ആശുപത്രികളിൽ എത്തിയിട്ടുള്ള രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ജില്ലാ ഭരണകൂടം. ഇദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ ഇപ്പോൾ തന്നെ 46 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് ക്വാറന്റൈനിലാണ്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കണ്ടെത്തണം, അവരെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കണം. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള KSRTC ബസ്സിലെ യാത്രക്കാരെയും ജീവനക്കാരെയും കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടം കടക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയൊരു ശ്രമമാണ്. ആ ശ്രമം തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പും അറിയിക്കുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ താത്കാലികമായി അടച്ചിട്ടുണ്ട്. കാരണം ഈ മണ്ണാർക്കാട് പ്രദേശത്ത് നിരവധി പഞ്ചായത്തുകളും അതുപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും എല്ലാം കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 17 വാർഡുകളാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം വലിയ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകളും മദ്രസകൾക്കെല്ലാം ഈ വിലക്ക് ബാധകവുമാണ്. ഏതായാലും അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെ ആശങ്ക ഉണ്ടാക്കുന്ന വിവരമാണ് ഇപ്പോൾ ഈ 58കാരന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അദ്ദേഹം KSRTC ബസ്സിലായിരുന്നു കൂടുതലും സഞ്ചരിച്ചിരുന്നത്. ആഴ്ചയിൽ 3 തവണ അട്ടപ്പാടിയിൽ പോയതും പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാണ്. ഇദ്ദേഹത്തിന് വീട് കുമരമ്പത്തൂർ ചങ്ങലേരിയിലാണെങ്കിൽ പോലും അട്ടപ്പാടിയിൽ ഇദ്ദേഹത്തിന് കൃഷിയിടങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവിടേക്ക് പോയതെല്ലാം KSRTCയിലാണ്. അപ്പോൾ ആ KSRTC ബസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ സഞ്ചരിച്ച ആളുകളോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. അരുൺകുമാർ, വളരെ സൂക്ഷിച്ച് തന്നെ വേണം കൈകാര്യം ചെയ്യാനെന്നാണ് മനസ്സിലാക്കുന്നത്. മാസ്ക് ഒക്കെ ഏർപ്പെടുത്തി തുടങ്ങിയോ പാലക്കാട് നഗരത്തിലും? അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി എത്തുന്നവരും അവരുടെ കൂട്ടിരിപ്പുകാരും നിർബന്ധപൂർവ്വം മാസ്ക് ധരിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനോടൊപ്പം തന്നെ പൊതുവെ മണ്ണാർക്കാട് മേഖലയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് മണ്ണാർക്കാട് താലൂക്ക് മേഖലയിലുള്ള ആളുകൾ മാസ്ക് നിർബന്ധപൂർവ്വം ധരിക്കണം. പാലക്കാട് ജില്ലയിലുടനീളം ഇത്തരത്തിൽ മാസ്ക് ധരിക്കണം എന്നൊരു നിർദ്ദേശം നൽകണം. ബാക്കിയുള്ള മേഖലകളിൽ നിർബന്ധപൂർവ്വം എന്നൊരു വാക്ക് ജില്ലാ ഭരണകൂടം ഉപയോഗിച്ചില്ല. പക്ഷേ മണ്ണാർക്കാട് താലൂക്കിലുള്ള ആളുകൾ വലിയ രീതിയിൽ ആ ഒരു ജാഗ്രത പാലിക്കണം. പക്ഷേ കുമരമ്പത്തൂർ നാട്ടുകൽ പ്രദേശങ്ങളിലുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കണം. മാസ്ക് ധരിച്ചുകൊണ്ടേ പുറത്തിറങ്ങാവൂ. കുഞ്ഞുങ്ങൾക്കും മാസ്ക് ധരിപ്പിച്ചു കൊടുക്കുക. എവിടെയൊക്കെയാണ് ഇത് പടർന്നു പിടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ആശങ്ക വേണ്ടതില്ല, ജാഗ്രത വേണം എന്നുള്ളതാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായും തന്നെ പാലിക്കണം. നിപ്പയെ നമുക്ക് ഒരുമിച്ച് നിന്നതിനെ എതിർക്കുകയും വേണം.